മല്ലുസ്കോട്ട് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഞങ്ങളുടെ യാത്ര സ്കോട്ട്ലൻഡിലെ എഡിൻബറ എയർപോർട്ടിൽ നിന്നും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്രയിലുടനീളം ഉണ്ടായ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഡംഫ്രീസിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചാണ് എയർപോർട്ടിലേക്ക് പോയത്. വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഇത്ര 2-3 വീക്സിലേക്ക് ഇടുന്നത് അനുയോജ്യമല്ലാത്തതിനാൽ ടാക്സിക്കാണ് ഞങ്ങൾ പോയത്. അവിടെ എയർപോർട്ടിൽ ചെന്ന് ബോർഡിംഗ് പാസ് കളക്ട് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് എല്ലാ മലയാളികളെയും പോലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാണ് പോയത്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിനുള്ളിലേക്ക് പോയി. എയർപോർട്ടിന് അകത്തു നിന്നുള്ള കാഴ്ചകൾ സെറാഫിന് ഏറെ കൗതുകകരമായിട്ടാണ് തോന്നിയത്. അവൾ ഓരോ കാര്യങ്ങളും നോക്കി കണ്ടുകൊണ്ടേയിരുന്നു. ഫ്ലൈറ്റിലേക്ക് ഓരോ സാധനങ്ങൾ കയറ്റി വയ്ക്കുന്നതും അതിനുപയോഗിക്കുന്ന വാഹനങ്ങളും എല്ലാം അവൾ ഏറെ ശ്രദ്ധയോടെയാണ് വാച്ച് ചെയ്ത്. ആ വിശേഷങ്ങളൊക്കെ വീട്ടിലെത്തി പപ്പായോടും മമ്മിയോടും അവൾ പങ്കുവെക്കുകയും ചെയ്തു. എയർപോർട്ടിനുള്ളിലെ വെയിറ്റിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ അവളുടെ യൂണിക്കോൺ ബാഗിനുള്ളിലെ ഓരോരോ സാധനങ്ങളായിട്ട് അവൾ പുറത്തെടുത്തു. അവൾ ബാഗ് തുറന്ന് കളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വേറൊരു ഇന്ത്യൻ ഫാമിലിയും 2 കുട്ടികളും അവിടെ എത്തിയിരുന്നു. അവരോട് അവൾ പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായി. അപ്പോഴേക്കും തന്നെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് ഓരോരുത്തരായി ഫ്ലൈറ്റിനുള്ളിലേക്ക് ബോർഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എഡിൻബറയിൽ നിന്ന് ഖത്തർ വരെയുള്ള 6.5 മണിക്കൂർ യാത്ര സെറാഫിൻ എങ്ങനെ ടോളറേറ്റ് ചെയ്യുമെന്നതിൽ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ചെറിയ ടെൻഷനോടുകൂടെ തന്നെയാണ് ഞാൻ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറിയതും. എന്നാൽ ഫ്ലൈറ്റിനുള്ളിൽ കയറിയപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് സെറ്റായി. ഫ്ലൈറ്റിനുള്ളിൽ കയറിയപ്പോൾ തന്നെ അതിനുള്ളിലെ ആ LED സ്ക്രീനിൽ ടച്ച് ചെയ്ത് അവൾക്ക് ആവശ്യമുള്ള കാർട്ടൂണും ഗെയിമും ഒക്കെ സെലക്ട് ചെയ്യുന്നതിലായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ തന്നെ ക്യാബിൻ ക്രൂ ഒരു ചെറിയ ബാഗിൽ അവൾക്ക് പെയിൻറ് ചെയ്യാനുള്ള പെൻസിലും ബുക്ക്ലെറ്റ് പേപ്പേഴ്സും കളിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടു കൊടുത്തു. അവൾക്ക് കിട്ടിയ സാധനങ്ങളിലെല്ലാം അവൾ എൻഗേജ്ഡ് ആയിട്ടിരുന്നപ്പോൾ തന്നെ ക്രൂ മെമ്പേഴ്സ് ബ്രേക്ക്ഫാസ്റ്റുമായി എത്തി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് സോസേജ് റോള്, ഹാഷ് ബ്രൗണും കൂടുതൽ കട്ട് ഫ്രൂട്ട്സും പുഡിങ്ങും 1 ഗ്ലാസ് ജ്യൂസുമായിരുന്നു. അങ്ങനെ ഞങ്ങളും സെറാഫിൻ്റെ കൂടത്തിൽ കുറച്ചു നേരം ഗെയിം കളിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ 6.5 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഖത്തറിലെത്തി. ഇത് ദോഹയിലെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അത്യന്തവും ആധുനികവും ഭംഗിയുമുള്ള ഒരു എയർപോർട്ട്. അതേസമയം വലിയതും തിരക്കേറിയതുമാണ് ഈ എയർപോർട്ട്. ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റിന് ഏകദേശം 2.5 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഈ എയർപോർട്ടിനകം ചുറ്റിക്കറങ്ങി കാണാമെന്ന്. ഇത് വെറും ഒരു ട്രാൻസിറ്റ് സ്റ്റേഷൻ മാത്രമല്ല, ഒരു ആകർഷണ കേന്ദ്രമാണ്. ഭംഗിയിലും സൗകര്യങ്ങളിലും ഈ എയർപോർട്ടിന് ലോകത്ത് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ട്. എയർപോർട്ടിനകത്ത് എത്തുമ്പോൾ തന്നെ അതിൻ്റെ ആധുനിക ഡിസൈനും ലൈറ്റിങ്ങും നമ്മളെ ഏറെ ആകർഷിക്കും. ഖത്തർ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. ആഗോള ബ്രാൻഡുകളുടെ വിവിധ ഔട്ട്ലെറ്റുകൾ ഈ എയർപോർട്ടിനുള്ളിലുണ്ട്. നിങ്ങൾക്ക് ഷോപ്പിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ട്രാൻസിറ്റിൽ സമയം പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയേയില്ല. ഞങ്ങളും കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് നടന്ന് നീങ്ങി. എയർപോർട്ടിനുള്ളിലെ അറബി സംസാരം കേട്ടപ്പോൾ പഴയ സൗദി ഒമാൻ ജീവിതത്തിലേക്ക് വീണ്ടും ഒന്ന് തിരിച്ചുപോയി. അങ്ങനെ എയർപോർട്ടിനുള്ളിലൂടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളിയെത്തി.
നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഫുഡ് കോർട്ടിനകത്ത് കയറി ചെന്നപ്പോൾ തന്നെ കണ്ടത് KFCയുടെയും ഷവർമയുടെയും ഔട്ട്ലെറ്റുകളായിരുന്നു. 3 വർഷമായല്ലോ ഷവർമ കഴിച്ചിട്ട് എന്നുള്ള വ്യസനത്തിൽ ഓടിച്ചെന്ന് ഷവർമയ്ക്ക് ഓർഡർ കൊടുത്തു. ഷവർമ എന്താണെന്ന് പോലും അറിയാത്ത സെറാഫി ഉടൻ തന്നെ പറഞ്ഞു അവൾക്ക് ഷവർമ വേണ്ട, KFC മതിയെന്ന്. UK-ലെ KFCയെക്കാളും നല്ലത് അറബ് കൺട്രീസിലെ KFC ആണെന്ന് നല്ല ധാരണയുള്ളതുകൊണ്ട് നേരെ KFC ഔട്ട്ലെറ്റിൽ പോയി KFC ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ബോർഡ് ചെയ്യാനുള്ള ഗേറ്റിലേക്ക് യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് നിറയെ കണ്ണിന് കുളിർമയൊഴുകുന്ന നല്ല കാഴ്ചകളായിരുന്നു. ഈ ട്രാൻസിറ്റിലൂടെ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഈ കാഴ്ചകളൊന്നും ഞങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടില്ല. ഖത്തർ എയർപോർട്ടിനുള്ളിൽ സജ്ജമാക്കിയിരിക്കുന്ന വാട്ടർ ഫൗണ്ടേഷനും ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റും തികച്ചും കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു. കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് ആ 4 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്തിരുന്നു. ലഗേജും കളക്ട് ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ള തിടുക്കമായി. നീണ്ട 10 മണിക്കൂർ യാത്ര ചെയ്തിട്ടും സെറാഫിൻ ഫുൾ എനർജറ്റിക് ആയിരുന്നു. അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ മൂവാറ്റുപുഴയിലെ ഒരു സലൂണിൽ കയറി സെറാഫിൻ്റെ ഹെയർ കട്ടിങ്ങും ചെയ്തു. അങ്ങനെ സെറാഫിന് ആഗ്രഹിച്ചതുപോലെ തന്നെ ഡോറയുടെ ഹെയർ സ്റ്റൈൽ സെറാഫിന് സ്വന്തമാക്കി. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ വീട്ടിലെത്തി. അങ്ങനെ സ്കോട്ട്ലൻഡ് മുതൽ ഇടുക്കിയിലെ ഞങ്ങളുടെ വീട് വരെയുള്ള യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.